നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എഴുത്തുകാരനെ പുരസ്കാരത്തിന്റെ പേരിൽ വിലയിരുത്തുന്ന പ്രവണത അപകടകരമാണെന്ന് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ. മഴുവഞ്ചേരിയിൽ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സാഹിത്യകാരൻ പാങ്ങിൽ ഭാസ്കരനെ ആദരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കേണ്ടി വരുന്നവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, വൈക്കം സ്വദേശി NM താഹ എന്നിവർ നൽകിയ ഹർജികൾ തീർപ്പാക്കിയാണ് കോടതി ഉത്തരവ്. പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ വർണ്ണാഭം. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ നടന്ന പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. എഴുത്തുകാരനെ പുരസ്കാരത്തിന്റെ പേരിൽ വിലയിരുത്തുന്ന പ്രവണത അപകടകരമാണെന്ന് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ പറഞ്ഞു. മഴുവഞ്ചേരിയിൽ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സാഹിത്യകാരൻ പാങ്ങിൽ ഭാസ്കരനെ ആദരിക്കുന്ന ചടങ്ങിൽ ഉപഹാര സമർപ്പണം നടത്തുകയായിരുന്നു അദ്ദേഹം. ശ്രദ്ധിക്കപ്പെടാതെ പോയ മലയാളത്തിലെ കാമ്പുള്ള മുൻനിര എഴുത്തുകാരനാണ് പാങ്ങിൽ ഭാസ്കരനെന്ന് ഉദ്ഘാടനം നിർവഹിച്ച സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ പറഞ്ഞു. പുതൂർ ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M ഹരിദാസ്, സാഹിതി ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ, ചെറുകഥാകൃത്ത് P ശങ്കരനാരായണൻ, സജീവൻ നമ്പിയത്ത്, കാറളം രാമചന്ദ്രൻ നമ്പ്യാർ, M രഘുനന്ദനൻ എന്നിവർ പ്രസംഗിച്ചു. എഴുത്തുകാരന്റെ ധർമ്മം കാലഘട്ടത്തിനനുസരിച്ച് നിർവഹിച്ചതിൽ താൻ സംതൃപ്തനാണെന്ന് മറുപടി പ്രസംഗത്തിൽ പാങ്ങിൽ ഭാസ്കരൻ വ്യക്തമാക്കി. ഡോക്ടർ P രശ്മി സ്വാഗതവും ഭാസി പാങ്ങിൽ നന്ദിയും പറഞ്ഞു. ഞങ്ങൾ ഏതാണ്ട് ഒരേ കാലത്ത് എഴുതി തുടങ്ങിയാണ്. കഥയാണ് എഴുതുക, കഥയെന്നുള്ളിൽ ഞാൻ കവിതയാണ് എഴുതുക. അന്യോന്യം ബന്ധപ്പെട്ടിട്ടില്ല, പക്ഷെ അന്യോന്യം അറിയാമെന്നാണ് എനിക്കത് മനസ്സിലാവുകയുണ്ടായി. പാങ്ങിൽ ഭാസ്കരൻ വളരെ കാമ്പുള്ള എഴുത്തുകാരിൽ ഒരാളാണെന്ന് ഗുരുവായൂർ കാവീട് നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി റോഡരികിലെ തെങ്ങിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. കുരഞ്ഞൂർ സ്വദേശി വെള്ളം ജിൻഡോയ്ക്കാണ് പരിക്കേറ്റത്. കാവീട് LP സ്കൂളിന് മുന്നിൽ രാവിലെ 10:30യോടെയായിരുന്നു അപകടം. എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ തട്ടി നിയന്ത്രണം വിട്ടാണ് ഓട്ടോ ടാക്സി തെങ്ങിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ജിൻഡോയെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കാലിന് പരിക്കേറ്റ ഇയാളെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിനിടയാക്കിയ ശേഷം നിർത്താതെ പോയ ഓട്ടോറിക്ഷ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. തെക്കേ നടയിലെ കൂവളത്തിന് സമീപം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പാമ്പിനെ കണ്ടത്. ദർശനത്തിനും പ്രസാദം വാങ്ങാനുമായി ഭക്തർ വരി നിൽക്കുന്നതിന് സമീപത്തു കൂടിയാണ് പാമ്പ് ഇഴഞ്ഞുപോയത്. ഭക്തർ പരിഭ്രമിച്ചതോടെ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ M സച്ചിദാനന്ദന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കി. ഏകാദശി വിളക്ക് നടക്കുന്നതിനാലും അവധി ദിവസമായതിനാലും ഭക്തരുടെ വലിയ തിരക്കുണ്ടായിരുന്നു. ദേവസ്വം അധികൃതർ വിവരം അറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി. വിഷമില്ലാത്ത വെള്ളിവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണിതെന്ന് പ്രബീഷ് പറഞ്ഞു. തിടപ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന ചകിരിയോടൊപ്പമാണ് പാമ്പ് എത്തിയതെന്ന് കരുതുന്നു. പാമ്പിനെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുണ്യപ്രസിദ്ധമായ സുകൃതഹോമം തുടങ്ങി. 8-ന് സമാപിക്കും. വഴിപാട് ചീട്ടാക്കിയവർക്ക് സമാപന ദിവസം പ്രസാദം നൽകും. ആദ്യമായാണ് ഭക്തർക്ക് സുകൃതഹോമം വഴിപാടാക്കാനുള്ള സൗകര്യം ഒരുക്കിയത്. പ്രത്യേകം കൗണ്ടറിലൂടെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് സുകൃതഹോമത്തിന്റെ പ്രസാദം നൽകുക. പ്രസാദം വാങ്ങാനെത്തുന്ന ഭക്തർ ഒറിജിനൽ രശീതി കൊണ്ടുവരേണ്ടതാണെന്ന് ദേവസ്വം അറിയിച്ചു. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിലെ പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ വർണ്ണാഭമായി.
ശനിയാഴ്ച വൈകിട്ട് 7 ആത്മീയ ഘോഷയാത്രയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകി. തുടർന്ന് നടന്ന സന്ധ്യാ നമസ്കാരത്തിന് ഓർത്തഡോക്സ് സഭ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനം മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ സ്തെഫാനോസ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേവാലയം ചുറ്റി റാസയും നടന്നു. ഞായറാഴ്ച രാവിലെ 6-ന് കുരിശുപള്ളിയിൽ പ്രഭാത നമസ്കാരവും കുർബാനയും ഉണ്ടായി. രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം. എബ്രഹാം മാർ സ്തെഫാനോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികനായി. 3-ന്മേൽ കുർബാനയും നടന്നു. ഉച്ചയ്ക്ക് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് ദേശം ചുറ്റി പള്ളിയിലെത്തിച്ചേരും. 6 മണിക്ക് നടക്കുന്ന റാസായ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കായി നേർച്ച ഭക്ഷണം വിതരണം ചെയ്യും. പെരുന്നാൾ CCTV പ്രാദേശിക ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കേണ്ടി വരുന്നവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, വൈക്കം സ്വദേശി NM താഹ എന്നിവർ നൽകിയ ഹർജിയിൽ തീർപ്പാക്കിയാണ് ഉത്തരവ്. ആവശ്യക്കാർക്ക് കുടിക്കാൻ വെള്ളം നൽകണം. ബൂത്തിൽ എത്തുന്നതിന് മുമ്പ് തിരക്കുണ്ടോ എന്നറിയാൻ മൊബൈൽ ആപ്പ് തയ്യാറാക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. ബൂത്തുകളേറെയും സ്കൂളിൽ ആയതിനാൽ നിൽക്കുന്നവർക്കായി ബെഞ്ചും കസേരയുമൊക്കെ ലഭ്യമാക്കാൻ കഴിയുമെന്ന് കോടതി പറഞ്ഞു. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പരിധിയിൽ യഥാക്രമം 1200, 1500 വോട്ടർമാർക്ക് ഒരു ബൂത്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചത് പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. തിരഞ്ഞെടുപ്പ് വൈകുമെന്നതിനാൽ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നില്ല. എന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാൻ മതിയായ സമയം ഉറപ്പാക്കും വിധം ബൂത്തുകൾ ക്രമീകരിക്കണം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയുള്ള പോളിംഗ് സമയത്തിൽ ആകെ 660 മിനിറ്റാണ് ഉള്ളത്. ഒരു ബൂത്തിലെ 1200 വോട്ടർമാരും വോട്ട് ചെയ്യാനെത്തിയാൽ ഒരാൾക്ക് 30-40 സെക്കൻഡ് മാത്രമേ ലഭിക്കൂ. ഈ സമയപരിധിക്കുള്ളിൽ വോട്ട് ചെയ്യുന്നത് അസാധ്യമാണെന്ന് കോടതി പറഞ്ഞു. എല്ലാവരും വോട്ട് ചെയ്യാനെത്തില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ധാരണ സ്വീകാര്യമല്ല. ബൂത്തിൽ എത്തിയതിനുശേഷം നീണ്ട ക്യൂ കണ്ട് വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങുന്നത് ജനാധിപത്യത്തിന്റെ പരാജയമാണെന്നും കോടതി പറഞ്ഞു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിലെ നെല്ലുവായ് അമ്പലം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് S. ബസന്തലാൽ നിർവഹിച്ചു. 2019-ലെ ഭരണസമിതിയുടെ 10 ലക്ഷം രൂപയും നിലവിലെ ഭരണസമിതിയുടെ 4 ലക്ഷം രൂപയും ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപ ചെലവിലാണ് കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ MC ഐജു, മെമ്പർമാരായ NK അജയൻ, സ്വപ്ന പ്രദീപ്, സുധീഷ് പറമ്പിൽ, KB ബബിത, ഉപഭോക്തൃ സമിതി പ്രസിഡന്റ് US മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റി. അപകടകരമായ മരച്ചില്ലകൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് PTA-യുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പണം അനുവദിച്ചതോടെ ശനിയാഴ്ച മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റുകയായിരുന്നു. ഒട്ടേറെ വാഹനങ്ങൾ പോകുന്ന റോഡിൽ വാഹന ഗതാഗതം നിയന്ത്രിച്ചാണ് മരച്ചില്ലകൾ വെട്ടിമാറ്റിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, PTA പ്രസിഡന്റ് സാബു ഐനൂർ, പഞ്ചായത്ത് അംഗം KT ഷാജൻ, ഫുട്ബോൾ ഫ്രണ്ട്സ് പ്രസിഡന്റ് MM വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. 25 വർഷം പഴക്കമുള്ള ചൊവ്വന്നൂർ തത്തപ്പറമ്പ് 89-ാം നമ്പർ അംഗൻവാടി നവീകരിച്ച് തുറന്നു നൽകി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള കളിസ്ഥലം, സ്റ്റോർ റൂം, നിലം ടൈലിടൽ എന്നീ പ്രവൃത്തികൾക്കായി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് നവീകരണം പൂർത്തീകരിച്ചത്. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, സജിനി പ്രേമൻ, PK ഷബീർ, പ്രിയ സജീഷ്, വാർഡ് കൗൺസിലർ പ്രവീണ ഭവേഷ്, ICDS ഓഫീസർ അനില എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരുമല തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. നവംബർ 8, 9 തീയതികളിലായാണ് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ കൊടിയേറ്റം നടത്തി. 8-ാം തീയതി വൈകിട്ട് 6:30-ന് സന്ധ്യാ നമസ്കാരം, തുടർന്ന് വചന സന്ദേശം എന്നിവയും 9-ാം തീയതി രാവിലെ പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവയും ഉണ്ടായിരിക്കും. കൊടിയേറ്റത്തിന് പള്ളി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള ബ്രഹ്മകുളം സ്വദേശിനി ഷീജ കണ്ടാണശ്ശേരിയിൽ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിന്റെ ഒരു ഭാഗത്തായി നടത്തിയ കരനെൽ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കരനെൽ കൃഷിയുടെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭാ കൗൺസിലറും തൈക്കാട് ഫാർമേഴ്സ് ക്ലബ് കോർഡിനേറ്ററുമായ
KP റഷീദ് നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ മുൻ കൗൺസിലറും ഫാർമേഴ്സ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷയായി. ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങളായ VK ഷംസുദ്ദീൻ, ഗഫ്സിയ റസാഖ്, രമണി രവീന്ദ്രൻ, റുക്കിയ ജമാൽ, മുത്തുണ്ണി അബ്ദുറഹ്മാൻ, അബ്ദുൾ വഹാബ് തുടങ്ങിയവർ സംബന്ധിച്ചു. വർഷത്തിൽ 365 ദിവസവും കൃഷി നടത്തിവരുന്ന ഷീജ തന്റെ വീട്ടുപറമ്പിലും സമീപത്തെ പറമ്പുകളിലും ജൈവ രീതിയിലാണ് വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. ഏറെ നാളത്തെ ആഗ്രഹത്തിന്റെ ഭാഗമായി ആദ്യമായാണ് കരനെൽകൃഷി ചെയ്തത്. ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് നെൽകൃഷിക്കായി ഉപയോഗിച്ചിരുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കുന്നംകുളം ട്രഷറിക്ക് മുന്നിൽ പ്രകടനം നടത്തി. തടഞ്ഞുവച്ച ക്ഷാമാശ്വാസം അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസപ്പ് പ്രീമിയം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. സംഘടനാ സംസ്ഥാന കൗൺസിൽ അംഗം TS സുബ്രഹ്മണ്യൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് M ഹരിദാസൻ, സെക്രട്ടറി AA അബ്ദുൾ മജീദ്, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ PP യേശുദാസ്, KA കൊച്ചുറാണി, AG വർഗീസ്, MS പ്രകാശൻ, KC റെജി, KC ഷീല ടീച്ചർ, സാംസൺ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. മരത്തങ്കോട് ചലച്ചിത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംവിധായകൻ പ്രകാശൻ കുഞ്ഞൻ മൂരായിൽ അധ്യക്ഷനായി. റഷീദ് എരുമപ്പെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ, രജനി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഖാദർ ഖാന്റെ ക്വാറന്റൈൻ ഉദ്ഘാടന പ്രദർശനം നടത്തി. ഞാനൊന്നും പറയുന്നില്ല, ഞാനൊരു പോരാത്തനാണല്ലോ. ഈ തിന്നണതും കുടിക്കണതും വല്ലപ്പോഴും ഒരു ബീഡി വലിക്കണതും നീ പണിയെടുത്ത് കൊണ്ടുവരാണെന്ന് ഞാൻ വിചാരിക്കണായിരുന്നു. തുടർന്ന് നടന്ന ഷോർട്ട് ഫിലിം മത്സരത്തിൽ പ്രദീപ് നാരായണൻ സംവിധാനം ചെയ്ത പഴുതാര മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തു. മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിന് പ്രദീപ് നാരായണൻ അർഹനായി. പ്രദീപ് നാരായണൻ സംവിധാനം നിർവഹിച്ച ചൂട്ടുകളിയിലെ അഭിനയത്തിന് രാമനാഥൻ മികച്ച നടനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. റഷീദ് എരുമപ്പെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച മകൾ എന്ന സിനിമയിൽ അഭിനയത്തിന് ഷിഫ്ന ഷെറിൻ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി. ഞാൻ തൂങ്ങിച്ചാവാൻ പോവാ. അയ്യാടാ തള്ളയുടെ പൂതി കൊള്ളാലോ. പിന്നെ നിങ്ങളുടെ ഉണക്കപ്പോണ്ട് വേണ്ടി ഞാൻ ജീവൻ കളയാൻ നിൽക്കല്ലേ. കുറച്ചെടുത്ത് എന്തൊക്കെ ഡയലോഗ് അടിച്ചിരുന്ന കക്ഷിയാ. സിനിമ നാടക പ്രവർത്തകരായ ഇന്ദ്രൻ മച്ചാട്, പ്രദീപ് തെക്കുംകര, അനിൽ പരക്കാട് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഗിന്നസ് സത്താർ ആദൂർ പുരസ്കാര പ്രഖ്യാപനം നടത്തി. PK സുബൈർ, ഷെഫീർ അലി, AM മുഹമ്മദ് കുട്ടി, PK അക്ബർ, ഫിറോസ്, മാലിക്, സുഭാഷ് ശിവ, മഹിൻകർ കേച്ചേരി എന്നിവർ പങ്കെടുത്തു. വെസ്റ്റുമങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. ഞായറാഴ്ച രാവിലെ പ്രഭാത നമസ്കാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കു ശേഷം സെന്റ് തോമസ് സെമിത്തേരി ചാപ്പലിലേക്ക് നടന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് പരുമല പാമ്പാടി സ്മാരകത്തിൽ വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി ധൂപാർപ്പണം നടത്തി. പൊതുസദ്യയോടെ പെരുന്നാൾ ചടങ്ങുകൾ സമാപിച്ചു. പരിപാടികൾക്ക് വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി, കൈസ്ഥാനി ജോൺ വർഗീസ്, സെക്രട്ടറി സ്റ്റീഫൻ പുലിക്കോട്ടിൽ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. പുന്നൂർകുളം GMLP സ്കൂളിൽ സംഘടിപ്പിച്ച പഞ്ചായത്ത് തല വിജ്ഞാനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 150 വിദ്യാർത്ഥികൾ LP, UP, ഹൈസ്കൂൾ തലങ്ങളിലായി വിജ്ഞാനോത്സവത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. വാർഡ് മെമ്പർ ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് പ്രസിഡന്റ് ഷഹീർ, സെക്രട്ടറി ശ്രീനിവാസൻ, PTA പ്രസിഡന്റ് കമറു KT, മനോഹിത്, പ്രജിഷ തുടങ്ങിയവർ സംസാരിച്ചു. K പ്രജിഷ, ശ്രീദേവി, നീതു, സുനീറ, ഫസീല, തസ്നി, റബീന, നസീറ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹെഡ്മാസ്റ്റർ VA ഫസലുർ റഹ്മാൻ സ്വാഗതവും ടോമി തലക്കോട്ടൂർ നന്ദിയും പറഞ്ഞു.
AB ബിജേഷിന്റെ 16ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പഴഞ്ഞി മേഖലാ കമ്മിറ്റി പ്രകടനവും പുഷ്പാർച്ചനയും അനുസ്മരണ പൊതുയോഗവും നടത്തി. പഴഞ്ഞി ജയ ബേക്കറി പരിസരത്ത് നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം വിജേഷ് വെട്ടേറ്റു മരിച്ച സ്ഥലത്ത് സമാപിച്ചു. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MN സത്യൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രാവൺ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് UK കൃഷ്ണ, ജില്ലാ കമ്മിറ്റി അംഗം യശ്വന്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VC സാജൻ, KR ബിനോഷ്, KK സുനിൽകുമാർ, മുരളി മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി സന്ധ്യ സജിത്ത് മറ്റു പ്രവർത്തകരും പ്രകടനത്തിന് നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ 17ാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച സെന്റ് ആന്റണീസ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ബ്രദേഴ്സ് ബസ് സ്റ്റോപ്പിനടുത്ത് നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് സെന്റ് ആന്റണീസ് റോഡ് പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ആസൂത്രണ സമിതി അംഗം M പീതാംബരൻ, ഗ്രാമപഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ MK ആന്റണി, ജയൻ കോടനി തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കുടുംബശ്രീ ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യൂർ റോഡിലൂടെയും ജവാൻ റോഡിലൂടെയും സഞ്ചരിച്ചിരുന്ന 50ഓളം കുടുംബങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നതിന് ഏറെ സഹായമാകുന്നതാണ് സെന്റ് ആന്റണീസ് റോഡ്. ഏകദേശം 8 ലക്ഷം രൂപ ചെലവഴിച്ച് മണ്ണിട്ടുയർത്തി റോഡിന്റെ വശങ്ങൾ കരിങ്കൽ ഉപയോഗിച്ച് കെട്ടിയാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. കുന്നംകുളം ചെറുവത്താണി ദേശവിളക്കിന്റെ വിളംബര പത്രിക പ്രകാശനം ചെയ്തു. നരസിംഹമൂർത്തി ക്ഷേത്ര മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി പ്രകാശനം നിർവഹിച്ചു. ചെറുവത്താണി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ കൊട്ടിലിങ്ങൽ, സെക്രട്ടറി CV മോഹൻദാസ്, ട്രഷറർ വിനോദ് പന്തായിൽ, നരസിംഹമൂർത്തി ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ് തുടങ്ങിയവർ പങ്കെടുത്തു. നവംബർ 24-നാണ് ദേശവിളക്ക്. ചാലിശ്ശേരി സെന്റ് ലൂക്ക് CSI പള്ളിയിൽ കൊയ്ത്തുത്സവം നടത്തി. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ കൊയ്ത്തുത്സവ സ്തോത്രാർപ്പണ ആരാധന, തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ഫാദർ KC ജോൺ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വികാരി ഫാദർ KC ജോൺ പ്രാർത്ഥനയോടെ കൊയ്ത്തുത്സവത്തിന് തുടക്കം കുറിച്ചു. ഇടവക വിശ്വാസികൾ ഭവനങ്ങളിൽ നിന്നെത്തിച്ച ആദ്യ ബലശേഖരം, ലേലം വിളി ആവേശമായി, സ്ത്രീ ജനസഖ്യം, സൺഡേ സ്കൂൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഭക്ഷണ സ്റ്റാളുകളും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ KC ജോൺ, സെക്രട്ടറി AI വർഗീസ്, കമ്മിറ്റി അംഗം സിൻല ചീരൻ, ഡയോസിസ് കൗൺസിൽ അംഗം റോബർട്ട് തമ്പി എന്നിവർ നേതൃത്വം നൽകി. കേരള പിറവി ദിനത്തിൽ ഇതര സംസ്ഥാനക്കാരായ സൈനികർക്ക് മധുരം നൽകി NCC കേഡറ്റുകൾ. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC കേഡറ്റുകളാണ് കേരളപ്പിറവി ദിനത്തിൽ അന്യസംസ്ഥാന സൈനികരായ നായിക് സുബേദാർ നകുൽ മിർദ, സുബേദാർ K ശശികുമാർ എന്നിവർക്ക് മധുരവും ബൊക്കെയും നൽകി കേരള ചരിത്രം വിവരിച്ച് കേരളപ്പിറവി ദിനം വേറിട്ടാക്കിയത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് സമീപമാണ് ആദര സമ്മേളനം നടത്തിയത്. മേജർ PJ സ്റ്റൈജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. NCC കേഡറ്റുകൾ കേരളപ്പിറവി ഗാനം ആലപിച്ചു. സീനിയർ കേഡറ്റുകളായ അഭിജിത്ത് മോഹൻ, ശിവമല്ലി എന്നിവർ ചേർന്നാണ് സൈനികർക്ക് മധുരവും ബൊക്കെയും നൽകിയത്. ഇസബൽ ജോസ് കേരള ചരിത്രത്തെക്കുറിച്ച് കേഡറ്റുകളോട് സംവദിച്ചു. മധുരത്തിന് പുറമെ ലൂവിക്കയും വിതരണം ചെയ്തു. കേരളത്തിലെ ജീവിതം മറക്കാനാവാത്ത മധുര സ്വപ്നങ്ങളാണ് നൽകിയതെന്ന് ഒറീസ സ്വദേശി നകുൽ മിർദ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പരിപാടികൾക്ക് സീനിയർ കേഡറ്റുകളായ സായി കൃഷ്ണ, ആദിത്യൻ VS മിന്ദ്ര, ഗ്രേസ് ജോഷി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ ദേശീയബോധം വളർത്തുന്നതിനും കേരളത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് യൂണിറ്റ് ഓഫീസർ മേജർ PJ സ്റ്റൈജു പറഞ്ഞു. കളിയിൽ മാത്രമല്ല കാരുണ്യ പ്രവൃത്തിയിലും മാതൃകയായി ചൊവ്വന്നൂർ ക്രിക്കറ്റ് കൂട്ടായ്മ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കളിയേടത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് 1,40,000 രൂപ നൽകി ക്രിക്കറ്റ് കൂട്ടായ്മ മാതൃകയായി. ശനിയാഴ്ച വൈകിട്ട് മനോജിന്റെ വീട്ടിലെത്തിയ കൂട്ടായ്മ അംഗങ്ങൾ ടൂർണമെന്റ് നടത്തിയും കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സമാഹരിച്ചതുമായ തുക ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ രസീത് ചികിത്സാ സഹായ സമിതി കൺവീനർ സജിമാഷിന് കൈമാറി. ഇതിനെ ബന്ധിച്ച് നമ്മുടെ കുന്നംകുളത്തെ അതുപോലെ ചൊവ്വന്നൂരത്തെയും ക്രിക്കറ്റ് കൂട്ടായ്മ ഒരു ടൂർണമെന്റ് നടത്തുന്നുണ്ടായി. അതിന്നും അതുപോലെ തന്നെ പിന്നെ ക്രിക്കറ്റ് ഗ്രൂപ്പ് ഉണ്ട് കുന്നംകുളത്ത് ബേസ് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്, അതിലും ഇട്ട് റഹീം, അതുപോലെ റിയാസ്, പിന്നെ യുണൈറ്റഡ് എല്ലാവരും ചൊവ്വന്നൂരത്തെ ഒരു ക്രിക്കറ്റ് കൂട്ടായ്മ എല്ലാവരും കൂടിയിട്ട് പറ്റാവുന്ന അവരെ പറ്റാവുന്ന സംഖ്യയാണ്
ഇന്നിവിടെ ഇതിൻ്റെ കൺവീനർ സജിമാഷക്ക് കൊടുത്തത്. ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ നിന്നും BA-MS പാസ്സായ എരുമപ്പെട്ടി സ്വദേശിനി നവ്യ വിജയലക്ഷ്മിയെ CPM എരുമപ്പെട്ടി 19-ാം വാർഡ് കമ്മിറ്റി അനുമോദിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് മൊമെന്റോ സമ്മാനിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ കരിയന്നൂർ അധ്യക്ഷനായി. TR ഉദയൻ, KK യോഗേഷ്, സൗമ്യ യോഗേഷ്, ഷീബ രാജേഷ്, KP അഖിൽ, ഉഷ മണികണ്ഠൻ, KM റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് NSS കരയോഗത്തിന്റെ കുടുംബസംഗമം ആഘോഷിച്ചു. യൂണിയൻ കമ്മിറ്റി മെമ്പറും കരയോഗം പ്രസിഡന്റുമായ രാജു മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. കരയോഗം വൈസ് പ്രസിഡന്റ് M ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ മാരാത്ത് ഗംഗാധരൻ, രമണി വലിയ വീട്ടിൽ അരവിന്ദാക്ഷ പണിക്കർ, സരോജിനി ദമ്പതികളെ കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത്, വനിതാ സമാജം പ്രസിഡന്റ് ലത ജയരാജ് എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഡിവിഷൻ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ, ട്രഷറർ A സുരേന്ദ്രൻ, യൂണിയൻ വനിതാ സമാജം മെമ്പർ രാജശ്രീ സുഗുണൻ, M സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി A സുധീഷ് ബാബു സ്വാഗതവും C രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ കലാപരിപാടികളും വനിതാ സമാജത്തിന്റെ തിരുവാതിരയും അരങ്ങേറി. പങ്കെടുത്തവർക്ക് സമ്മാനദാനവും നടത്തി. വിഭവസമൃദ്ധമായ സദ്യയോടെയാണ് സംഗമം സമാപിച്ചത്. വടുത്തല ഗവൺമെന്റ് UP സ്കൂളിൽ കേരളപ്പിറവി വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു. കുന്നംകുളം നഗരസഭ 1-ാം വാർഡ് കൗൺസിലർ AS സുജീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക രേഖ അധ്യക്ഷയായി. കുന്നംകുളം AEO A മൊയ്തീൻ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് N ഷനോബ്, നിഹാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൽ നടന്ന പുരാവസ്തു പ്രദർശനം ശ്രദ്ധേയമായി. സ്റ്റാഫ് സെക്രട്ടറി മുനീബ പൈക്കാട് സ്വാഗതവും SRG കൺവീനർ ജിഷി നന്ദിയും പറഞ്ഞു. UDF ഗുരുവായൂർ നഗരസഭ 23-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അഷ്റഫ് കൊളാടി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ RV അബ്ദുറഹീം, നൌഷാദ് അഹമ്മു, R രവികുമാർ, ഹരി M വാര്യർ, ഷമീർ മോസ്കോ, നൌഷാദ് നെടുമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ധന്വന്തരി പ്രതിമ പുനർനവീകരിക്കുന്നതിനായി വിവിധ ആശ്രമങ്ങളിലെ സന്യാസി ശ്രേഷ്ഠർ നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ഭവനിൽ എത്തിച്ചേരും. നവംബർ 6 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി, സ്വാമി വേദാമൃതാനന്ദപുരി, സ്വാമി അയ്യപ്പദാസ്, സ്വാമി ദേവ ചൈതന്യാനന്ദ സരസ്വതി, സ്വാമി നന്ദാത്മജാനന്ദ, സ്വാമി പ്രണവാനന്ദ, സ്വാമി ഹംസാനന്ദപുരി എന്നിവരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. ട്രെൻഡിംഗ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചാവക്കാട് ഷോറൂമിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ആരംഭിച്ചു. ആധുനിക ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ ശേഖരം തികച്ചും കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. നവംബർ 1 മുതൽ 7 വരെ നടക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയുടെ ഭാഗമായി ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. നമസ്കാരം. ചാവക്കാട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ചാവക്കാട് ഷോപ്പിൽ നമുക്ക് നവംബർ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ലൈറ്റ് വെയ്റ്റ് ഷോ നടക്കുകയാണ്. എല്ലാ കസ്റ്റമറെയും നമ്മൾ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ നിരവധി ഓഫറുകളുണ്ട്. ഇപ്പോഴത്തെ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ആണല്ലോ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. ഈ ആഭരണങ്ങളുടെ ഒരു വിവിധ ശ്രേണി തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും ഈ ഒരു ഷോ കാണുവാനും അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ചരമം. ചൂണ്ടൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായിരുന്ന ചേനോത്ത് രാജൻ നിര്യാതനായി. സംസ്കാരം നടത്തി. ഉഷ ഭാര്യയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എഴുത്തുകാരനെ പുരസ്കാരത്തിന്റെ പേരിൽ വിലയിരുത്തുന്ന പ്രവണത അപകടകരമാണെന്ന് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ. മഴുവഞ്ചേരിയിൽ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സാഹിത്യകാരൻ പാങ്ങിൽ ഭാസ്കരനെ ആദരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കേണ്ടി വരുന്നവർക്ക് ഇരിപ്പിടം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, വൈക്കം സ്വദേശി NM താഹ എന്നിവർ നൽകിയ ഹർജികൾ തീർപ്പാക്കിയാണ് കോടതി ഉത്തരവ്.
പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങൾ വർണ്ണാഭം. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ നടന്ന പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 123-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.